ഹായ് ഓൾ, വെൽക്കം ടു ACR എക്സാംസ്. എക്സലിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡാറ്റ വിഷ്വലൈസേഷൻ. ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ റോ ആയിട്ട് കൊടുക്കുന്ന ഡാറ്റ വിഷ്വലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പിക്ചോറിക്കൽ ഫോർമാറ്റിൽ കാണിക്കുന്നതിനെയാണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ചാർട്ട്സ്, പിവറ്റ് ടേബിൾ, ദെൻ ടൊർണാഡോ ഡയഗ്രാംസ്. ഈ 3 ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഇംപ്രൂവ്ഡ് കോംപ്രഹെൻഷൻ. ദാറ്റ് ഈസ് ഈസി ആയിട്ട് യൂസേഴ്സിന് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ട്രെൻഡ്സ്, അനോമലീസ്, അതുപോലെ തന്നെ ലാർജ് ഡാറ്റേനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം കൂടെ സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ആകട്ടെ ബിസിനസ് റിലേറ്റഡ് ആർക്ക് വേണമെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ മാനേജേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ട്രെൻഡ് ഫോർ ബെറ്റർ സ്ട്രാറ്റജിക് പ്ലാനിങ്, അതുപോലെ തന്നെ ഫാസ്റ്റർ ആൻഡ് മോർ ഇൻഫോംഡ് ബിസിനസ് ചോയ്സസ് ഒക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ് നമ്മുടെ ഒരു ഡാറ്റ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഫക്റ്റീവ് മെത്തേഡാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ വിഷ്വലി അപ്പീലിംഗ് മാനറിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ദെൻ റിപ്പോർട്ട് പ്രസൻറ്റേഷൻ്റെ സമയത്ത്, മീറ്റിങ്ങിൻ്റെ സമയത്ത് ഒക്കെ യൂസ്ഫുള്ളാണ്. സോ ഇതാണ് ഡാറ്റ വിഷ്വലൈസേഷൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ വിഷ്വലൈസേഷനിൽ മെയിനായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ചാർട്ട്സ്. സോ ചാർട്ട്സ് എങ്ങനെയാണ് എഫക്റ്റീവായിട്ടുള്ളൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ഫസ്റ്റാണ് ചൂസ് റൈറ്റ് ചാർട്ട് ടൈപ്പ്. പലതരത്തിലുള്ള ചാർട്ടുകളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പറയാം. സോ അതിൽ നമ്മുടെ ഡാറ്റയ്ക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്കാർക്ക് മനസ്സിലാകുന്ന റൈറ്റ് ചാർട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ദെൻ കീപ്പ് ഇറ്റ് സിമ്പിളായിട്ടുള്ള ചാർട്ടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ദെൻ യൂസ് ക്ലിയർ ലേബൽസ് ആൻഡ് ലെജൻഡ്സ്. ചാർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ട ലേബൽസൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കുക. ദെൻ ഹൈലൈറ്റ് കീ ഇൻസൈറ്റ്സ്. മെയിനായിട്ടുള്ള ഏരിയനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഇങ്ങനെ ചെയ്താൽ എഫക്റ്റീവായിട്ടുള്ള നമുക്ക് ചാർട്ട് എക്സലിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ചാർട്ട്സ് ആണ്. എക്സൽ പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് ടൈപ്പ് ഓഫ് ചാർട്ട് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ചാർട്ട്സും എന്തിനു വേണ്ടിയിട്ടാണത് മെയിനായിട്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് കോളം ചാർട്ട്. കോളം ചാർട്ട് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിങ് ഡിഫറെൻറ്റ് കാറ്റഗറീസ്. പല കാറ്റഗറീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചാർട്ട് ടൈപ്പാണ് കോളം ചാർട്ട്. ദെൻ ബാർ ചാർട്ട് കമ്പയറിങ് കാറ്റഗറീസ് വിത്ത് ലോങ് നെയിംസ് ഉള്ള കാറ്റഗറീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ലൈൻ ചാർട്ട് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ട്രാക്കിംഗ് ട്രെൻഡ്സ് ഓവർ ടൈം, ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ പൈ ചാർട്ട് ഒരു ഡാറ്റയുടെ പ്രൊപ്പോർഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും പൈ ചാർട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഒന്നാണ് സ്കാറ്റർ പ്ലോട്ട്. ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് സ്കാറ്റർ പ്ലോട്ട്. ദെൻ അനദർ വൺ ഈസ് ബബിൾ ചാർട്ട്. ദാറ്റ് ഈസ് ഫോർ കമ്പയറിങ് 3 വേരിയബിൾസ്. 3 വേരിയബിൾസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബബിൾ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഹിസ്റ്റോഗ്രാം നമുക്കറിയാം, ഡിസ്പ്ലേയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മൾ 10 to 20, 20 to 30 അങ്ങനെയുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഡാറ്റകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത്. ദെൻ ബോക്സ് പ്ലോട്ട് ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ ഡിസ്പ്ലേയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറീസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോക്സ് പ്ലോട്ട് ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പിവറ്റ് ടേബിൾസ്. പിവറ്റ് ടേബിൾസ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ എ പിവറ്റ് ടേബിൾ ഈസ് എ പവർഫുൾ ഫീച്ചർ ഇൻ എക്സൽ യൂസ്ഡ് ടു സമ്മറൈസ്, അനലൈസ് ആൻഡ് ഓർഗനൈസ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്വിക്ക്ലി വിത്തൗട്ട് ചേഞ്ചിങ് ദ ഒറിജിനൽ ഡാറ്റ. ഓക്കെ, സോ ഒറിജിനലി നമുക്കുള്ള ഡാറ്റ ഷീറ്റിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയുണ്ട്. അതിൽ നിന്നും നമുക്ക് വളരെ ചെറിയ എമൗണ്ട് ഓഫ് ഡാറ്റ മാത്രം കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ഫീച്ചറാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒറിജിനൽ ഡാറ്റയിൽ ഒരു മാറ്റവും വരാതെ നമുക്ക് വേണ്ട ഡാറ്റ മാത്രം എടുത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ മെയിൻ ഏരിയാസ് ഓഫ് പിവറ്റ് ടേബിളിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് 4 സെക്ഷനായിട്ടാണുള്ളത്. റോസ്, കോളംസ്, വാല്യൂസ്, ഫിൽറ്റേഴ്സ്. ഓക്കെ, റോസ് വാട്ട് യു വാണ്ട് ലിസ്റ്റഡ് വെർട്ടിക്കലി. നമുക്ക് വെർട്ടിക്കലായിട്ട് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്, വെർട്ടിക്കലി കാണിക്കേണ്ട ഡാറ്റയാണ് റോസിൽ പറയുക. കോളംസ് ഹൊറിസോണ്ടലി കാണിക്കുന്നത്. ദെൻ വാല്യൂസ് വാട്ട് യു വാണ്ട് ടു കാൽക്കുലേറ്റ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, സമ്മാണോ, കൗണ്ടാണോ, ആവറേജ് ആണോ, അതിനെയാണ് വാല്യൂസ് എന്ന് പറയുക. ദെൻ ഫിൽറ്റേഴ്സ്, ദാറ്റ് ഈസ് നമുക്ക്
ഏത് രീതിയിൽ ഫിൽറ്റർ ചെയ്യണം, ഏത് ഡാറ്റകളൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ പിവറ്റ് ടേബിളിൻ്റെ മെയിൻ ആയിട്ടുള്ള 4 ഏരിയാസ് ആണുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് വൈ പിവറ്റ് ടേബിൾസ് ആർ യൂസ്ഫുൾ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് പിവറ്റ് ടേബിൾസ് എന്ന് നമുക്ക് പറയാം. സോ ഇൻ ഓർഡർ ടു സമ്മറൈസ് ലാർജ് ഡാറ്റ ക്വിക്ക്ലി, പറഞ്ഞാണ് പെട്ടെന്ന് തന്നെ വലിയ ഡാറ്റ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നോ കോംപ്ലക്സ് ഫോർമുലാസ് ആർ നീഡഡ്. ദെൻ ഈസി ഫിൽറ്ററിങ് പോസിബിൾ ആണ്. ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻസ് ആൻഡ് ഇൻട്രാക്റ്റീവ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. സോ എങ്ങനെ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്സ് ആണ് നെക്സ്റ്റ് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സ്റ്റെപ്സ് ടു ക്രിയേറ്റ് പിവറ്റ് ടേബിൾ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട ഡാറ്റ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു എക്സലിൽ ടേബിൾ ഫോർമാറ്റിൽ കോളം ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് കൃത്യമായിട്ട് നല്ലൊരു ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് വേണ്ട ഡാറ്റ റോസിലും കോളംസിലും ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദർ ഷുഡ് ബി നോ ബ്ലാങ്ക് റോസ് ഓർ കോളംസ് ഇൻസൈഡ് ദ ഡാറ്റ സെറ്റ്. ആ ഡാറ്റ സെറ്റിൻ്റെ ഉള്ളിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന റോസോ കോളംസോ ഒന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ദെൻ സെക്കൻഡ് വൺ ഈസ് സെലക്ട് ദ ഡാറ്റ. നമുക്ക് ഏത് ഡാറ്റയാണ് സെലക്ട് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ സെലക്ട് ചെയ്യും. എൻ്റയർ ഡാറ്റ സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട ഏരിയ മാത്രം സെലക്ട് ചെയ്യാം. ദെൻ ഗോ ടു ദ ഇൻസേർട്ട് ടാബ്. എക്സലിൽ പോയിട്ട് ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൽ പിവറ്റ് ടേബിൾ ഉണ്ടാവും. സോ പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് ലൊക്കേഷൻ. ദാറ്റ് ഈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പിവറ്റ് ടേബിൾ, പുതിയ ടേബിൾ എവിടെയാണ് വരേണ്ടത്. ഓക്കെ, ടേബിൾ or range, Excel automatically selects your data. Choose where to place pivot table. എവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്, പുതിയൊരു വർക്ക് ഷീറ്റിലാണോ ഓൾറെഡി എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിലാണോ, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓക്കെ. ദെൻ അറേഞ്ച് ദ ഫീൽഡ്സ്. നമുക്ക് വേണ്ട ഡാറ്റകൾ റോസും കോളംസും വാല്യൂസും ഫിൽറ്റേഴ്സും ഒക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക. ദെൻ നമുക്ക് അതിനൊരു സമ്മറി കിട്ടും. ദെൻ വി ക്യാൻ അനലൈസ് ദ റിസൾട്ട്. ഇങ്ങനെയാണ് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള പ്രാക്ടിക്കലി ഉള്ള വശം ഞാൻ കാണിച്ചു തരാം. ദെൻ നെക്സ്റ്റ് വൺ ആണ് ടൊർണാഡോ ഡയഗ്രാംസ്. നെക്സ്റ്റ് ഏരിയയാണ് ടൊർണാഡോ ഡയഗ്രാംസ്. ഇത് മെയിനായിട്ടും സെൻസിറ്റിവിറ്റി അനാലിസിസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ എ ടൊർണാഡോ ഡയഗ്രാം ഈസ് എ ബാർ ചാർട്ട് യൂസ്ഡ് ഇൻ സെൻസിറ്റിവിറ്റി അനാലിസിസ് ടു ഷോ ഹൗ ഡിഫറെൻറ്റ് വേരിയബിൾസ് അഫക്റ്റ് ആൻ ഔട്ട്കം. ഓരോ വേരിയബിൾസും ഔട്ട്കമ്മിനെ അല്ലെങ്കിൽ റിസൾട്ടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബാർ ചാർട്ടാണ് ടൊർണാഡോ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അതൊരു ടൊർണാഡോയുടെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, റിസ്ക് അനാലിസിസ് ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. ഇതിനൊക്കെയാണ് കോമൺ ആയിട്ടും ഈ ടൊർണാഡോ ഡയഗ്രാംസ് യൂസ് ചെയ്യുക. സോ ദ ചാർട്ട് ലുക്സ് ലൈക്സ് എ ടൊർണാഡോ ഷേപ്പ് ബിക്കോസ് ദ ബാർസ് ആർ അറേഞ്ച്ഡ് ഫ്രം ലാർജസ്റ്റ് ഇമ്പാക്ട് ടു സ്മോളസ്റ്റ് ഇമ്പാക്ട്. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡാറ്റയുടെ ബാറ് തൊട്ട് ഏറ്റവും സ്മോളസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡാറ്റ ബാർസ് വരെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഒരു ടൊർണാഡോയുടെ ഷേപ്പിൽ വരിക. സോ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഷോസ് ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് വേരിയബിൾസ് ബൈ ഡിസ്പ്ലേയിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ഈച്ച് വേരിയബിൾ ഇൻ എ പെർട്ടിക്കുലർ റിസൾട്ട്. ഒരു പെർട്ടിക്കുലർ റിസൾട്ടിന് വേണ്ടി ഓരോ വേരിയബിൾസും എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ടൊർണാഡോ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഹൊറിസോണ്ടൽ ബാർസ് റെപ്രസെൻറ്റ് വേരിയബിൾസ്. ടൊർണാഡോ ഡയഗ്രാം ഹൊറിസോണ്ടൽ ബാർസ് ആയിട്ടായിരിക്കും വരിക, അത് ഓരോ വേരിയബിൾസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ബാർസ് ആർ സോർട്ടഡ് ഫ്രം ലാർജസ്റ്റ് ഇമ്പാക്ട് ടു സ്മോളസ്റ്റ് ഇമ്പാക്ട്. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ബാർസ് തൊട്ട് സ്മോളസ്റ്റ് ഇമ്പാക്റ്റ് വരെയാണ് അറേഞ്ച് ചെയ്യുക. സോ ദ വൈഡസ്റ്റ് ബാർ അപ്പിയേഴ്സ് ഓൺ ദ ടോപ്പ്. ഏറ്റവും വൈഡായിട്ടുള്ള ബാർസ് ഏറ്റവും ടോപ്പിലായിരിക്കും കാണിക്കുക. ദെൻ ഇറ്റ് റിസംബിൾസ് ദ ഷേപ്പ് ഓഫ് ടൊർണാഡോ. സോ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ടൊർണാഡോയുടെ ടൈപ്പ് ഓഫ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. മെയിൻ യൂസസ് സെൻസിറ്റിവിറ്റി അനാലിസിസ്, റിസ്ക് അനാലിസിസ്, ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടൊർണാഡോ ഡയഗ്രാംസ് മെയിനായിട്ടും യൂസ് ചെയ്യുക. മെയിൻ അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ്സ് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. കോമൺ ആൾക്കാർക്ക് പോലും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വേരിയബിൾസ് ക്ലിയർലി. ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വേരിയബിൾസിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ഹെൽപ്സ് മാനേജേഴ്സ് ഫോക്കസ് ഓൺ ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ്. ഈ മെയിൻ ഫാക്ടേഴ്സിനോട്ട് മാനേജേഴ്സിൻ്റെ ഫോക്കസ് പോകും. സോ ഇതാണ് ടൊർണാഡോ ഡയഗ്രാംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് എക്സലിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഒന്ന് പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം.
സോ നോർമലി എന്തിനു വേണ്ടിയിട്ടാണ് പിവറ്റ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക? നമ്മൾ മാനേജീരിയൽ ലെവലിലൊക്കെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഹ്യൂജ് ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ചില ഡാറ്റ മാത്രം ക്രിയേറ്റ് ചെയ്ത് സമ്മറൈസ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പിവറ്റ് ടേബിൾ യൂസ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ചെറിയൊരു ടേബിളാണ് ഡാറ്റയാണ് എടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് കുറേ ഡേറ്റ്സിൽ പെർട്ടിക്കുലർ പ്രൊഡക്ട്സ് ലാപ്ടോപ്പ്, മൊബൈൽ, ടാബ്ലറ്റ് ഓരോ സെയിൽസ് പേഴ്സൺസും വിറ്റിട്ടുള്ള എത്രയാണെന്ന് കാണിക്കുന്ന ഒരു ഡാറ്റയാണുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് പല രീതിയിലുള്ള പിവറ്റ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഓരോ റീജിയണിലും എത്ര രൂപയുടെ സെയിൽസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും എത്ര എമൗണ്ട് ഓഫ് സെയിൽസാണ് നടന്നത്, അല്ലെങ്കിൽ ഓരോ സെയിൽസ് പേഴ്സണും ഇൻഡിവിജ്വലി എത്ര സെയിൽസാണ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ പലതരത്തിലുള്ള പിവറ്റ് ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു ചെറിയ ടേബിൾ ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് അല്ലാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ വലിയൊരു ഡാറ്റ സെറ്റ് ആണെങ്കിൽ അതിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് വളരെ ചുരുക്കം സമയം കൊണ്ട് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ടൂളാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ആദ്യം തന്നെ ഫസ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ഓരോ സെയിൽസ് പേഴ്സണും എത്ര സെയിൽസ് നടത്തിയിട്ടുണ്ട്, എത്ര എമൗണ്ടിൻ്റെ സെയിൽസ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഡാറ്റയുടെ ഉള്ളിൽ, ഈ ഒരു ടേബിളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇൻസേർട്ട് പിവറ്റ് ടേബിൾ ഉണ്ടോ, ഈ പിവറ്റ് ടേബിൾ ഇൻസേർട്ട് പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഓൾറെഡി എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു ടേബിൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ആ ടേബിൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ റേഞ്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ചൂസ് വെയർ യു വാണ്ട് ദ പിവറ്റ് ടേബിൾ ടു ബി പ്ലേസ്ഡ്. ഈ പിവറ്റ് ടേബിൾ നമുക്ക് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിൽ തന്നെയാണോ പുതിയൊരു വർക്ക് ഷീറ്റിലാണോ? നമുക്ക് ഈ ഒരു വർക്ക് ഷീറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് കൊടുത്തു. ദെൻ ചോദിക്കുക ലൊക്കേഷനാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് സെല്ലിലാണ് നമ്മുടെ പിവറ്റ് ടേബിൾ വരേണ്ടത്. സോ നമ്മൾ ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ ആണ് കൊടുക്കുന്നത് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്കിവിടെ ഒരു പിവറ്റ് ടേബിൾ വന്നു. ഇനി ഇതിൽ നമ്മൾ ഡാറ്റ കൊടുക്കണം. നമ്മളിപ്പോൾ നോക്കുന്നത് ഓരോ സെയിൽസ് പേഴ്സണും എത്ര സെയിൽസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്കറിയാം പിവറ്റ് ടേബിളിൻ്റെ 4 ഫീൽഡ്സും വന്നിട്ടുണ്ട്: ഫിൽറ്റേഴ്സ്, കോളംസ്, റോസ്, വാല്യൂസ്. സോ നമുക്ക് ഈ റോസ് ആൻഡ് വാല്യൂസാണ് യൂസ് ചെയ്യേണ്ടത്. സോ റോസിൽ നമ്മൾ സെയിൽസ് പേഴ്സണെ സെലക്ട് ചെയ്യുന്നു. സെയിൽസ് പേഴ്സണെ ഡ്രാഗ് ചെയ്ത് റോസിലേക്ക് കൊടുക്കുക. ദെൻ സെയിൽസ് എമൗണ്ട്, ഓരോ സെയിൽസ് പേഴ്സണും എത്ര സെയിൽസ് നടത്തിയെന്നാണ് അറിയേണ്ടത്. സോ സെയിൽസ് എമൗണ്ട് ഡ്രാഗ് ചെയ്ത് വാല്യൂസിലും കൊടുക്കുന്നു. സോ നമുക്ക് ഇവിടെ കാണാം ഓരോ സെയിൽസ് പേഴ്സൺസും നടത്തിയിരിക്കുന്ന ടോട്ടൽ സെയിൽസ് എമൗണ്ടും ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേറെ രീതി നോക്കാം. ഓരോ പ്രൊഡക്ട്സും എത്ര സെയിൽസ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്, ഇപ്പോൾ ലാപ്ടോപ്പ് എത്ര രൂപയുടെ സെയിൽസാണ് നടത്തിയിരിക്കുന്നത്, അത് സെപ്പറേറ്റ് ആയിട്ട് നോക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത പിവറ്റ് ടേബിൾ ഒന്ന് കോപ്പി ചെയ്യുക. ദെൻ നമുക്ക് എവിടെയാണോ വേണ്ടത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ട ഡാറ്റ അങ്ങ് മാറ്റി കൊടുത്താൽ മതി. സോ ഇവിടെ നമുക്ക് വേണ്ടത് സെയിൽസ് പേഴ്സൺ അല്ല, പകരം സെയിൽസ് പേഴ്സണെ അൺടിക്ക് ചെയ്യുക. ദെൻ വേണ്ടത് പ്രൊഡക്റ്റാണ്. സോ ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് റോസിൽ കൊടുക്കാം. സോ ഓരോ പ്രൊഡക്റ്റിൻ്റെയും എത്ര സെയിൽസാണ്, സം ഓഫ് സെയിൽസ് എമൗണ്ട് നമുക്ക് കിട്ടും. ഇനി ഓരോ റീജിയൻ്റെയും വേണമെങ്കിൽ നോക്കാം. ഓരോ റീജിയൻ്റെയും നോക്കണമെങ്കിൽ എഗെയിൻ അതൊന്ന് കോപ്പി ചെയ്യാം. ഈ ഒരു പിവറ്റ് ടേബിൾ നമുക്ക് കോപ്പി ചെയ്യാം. ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഓരോ റീജിയണാണ് വേണ്ടത്. റീജിയൻ്റെയും ടോട്ടൽ സെയിൽസ് എമൗണ്ട്. സോ സെയിൽസ് പേഴ്സൺ ഒഴിവാക്കുക, പകരം റീജിയൻ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റോസിൽ കൊണ്ടുവരിക. സോ ഇവിടെ നമുക്ക് ഓരോ റീജിയണിൽ ഈസ്റ്റിൽ 45,000, നോർത്തിൽ 75,000, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട്, നമുക്ക് വേറെ ഒരു ഫോർമുല യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻസ് മീൻസ് ഡ്രാഗ് ചെയ്യേണ്ട റീജിയൻസ് ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മാത്രം മതി. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു എക്സൽ ടൂളാണ് പിവറ്റ് ടേബിൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്